ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗ്യാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് തയ്യാറാക്കാം. വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള കട്ട്ലറ്റാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: വാഴക്കൂമ്പ്, ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കൊത്തിയരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോഴേക്കും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാഴക്കൂമ്പ് ചെറുതായി കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയൊന്ന് വേവിച്ചെടുക്കാം. വാഴക്കൂമ്പെല്ലാം നന്നായി വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചുടച്ചതാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ചൂടാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ വാഴക്കൂമ്പ് കട്ട്ലറ്റിനുള്ള ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഫില്ലിംഗ് എല്ലാം നന്നായി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേശ്ശെയായിട്ട് കയ്യിലെടുത്ത് ഇഷ്ടമുള്ള അളവിലും ഷേപ്പിലും ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാം റൗണ്ട് ഷേപ്പിലാണ് പരത്തിയെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കട്ട്ലറ്റിൻ്റെ ഫില്ലിങ്സുകൾ ഓരോന്നായി മുട്ടയുടെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഇനി അത് ബ്രെഡ് ക്രംസിലേക്കിട്ട് നന്നായിട്ട് 2 സൈഡും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഓരോരോ കട്ട്ലറ്റിൻ്റെ പീസുകളായിട്ട് മൊരിയിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയിരിക്കണേ. താങ്ക്